10 വർഷക്കാലത്തിനിടയ്ക്ക് ഇതൊക്കെ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. അതുപോലെ ഈ 10 വർഷത്തെ കാലയളവിൽ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം നമ്മളെ വേദനിപ്പിച്ചതോ? ഒരിക്കൽ അങ്ങനെ സ്റ്റുഡൻസുള്ളി അല്ലെങ്കിൽ മാധ്യമ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വേദനിപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ ഈ ചില സമയത്ത് നമ്മളിൽ വിവരമില്ലായ്മയും നമ്മളിലെ ബോധമില്ലാത്തവനൊക്കെ ഉണരുന്ന ചില സംഭവം. ഞാൻ അടൂരായിരുന്നു ആദ്യം പരിപാടി തുടങ്ങിയ സമയത്ത് താമസം. അപ്പോൾ സാധാരണ ഈ രാത്രിയിലൊക്കെ ഈ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വണ്ടികൾ പോകുമ്പോൾ എന്നെ കായംകുളത്ത് ഇറക്കി വിടാറുണ്ട്. ഒരിക്കലും അങ്ങനെ ഇറക്കി വിട്ടപ്പം പിന്നെ ലോറിയിൽ കയറിയൊക്കെ വീട്ടിൽ പോകണം. കാറ് വിളിച്ച് വേണമെന്ന് പൈസ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്തിരി ദൂരേക്ക് മാറി നിന്ന് ലോറിക്ക് കൈ കാണിച്ച് ലോറിയിൽ കയറിപ്പോയാൽ 10-20 രൂപ കൊടുത്താൽ അടൂർ കൊണ്ടിറക്കും. അങ്ങനെ ഞാൻ നോക്കി നിന്നപ്പം ഒരു ദിവസം രാത്രിയിൽ കുറേ കുട്ടികൾ സെക്കൻഡ് ഷോ മറ്റോ കഴിഞ്ഞിട്ട് വന്ന് എന്നെ കണ്ടുപിടിച്ചു. ഒരു 10-20 കുട്ടികൾ എൻ്റെ വട്ടം നിന്ന് സംസാരിക്കും. അപ്പോൾ ദൂരെ നിന്ന് പോലീസ് ജീപ്പ് വരുന്നുണ്ട്. പോലീസ് ജീപ്പ് വന്നിട്ട് എന്താണ് ഇവിടെ ആൾക്കൂട്ടമെന്ന് ചോദിച്ചു. പോലീസുകാരെല്ലാം മാറി, അല്ല കുട്ടികളെല്ലാം മാറി. അപ്പോൾ പോലീസുകാരൻ ഇങ്ങനെ ജീപ്പിലിരുന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാനൊരു കൊച്ചു പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് അവിടെ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും ആരാധകരൊക്കെ കൂടിയതല്ലേ, ഞാൻ മസിലൊക്കെ പിടിച്ച് പോലീസിനെ മൈൻഡ് ചെയ്യാം. അപ്പോൾ പിള്ളേരൊക്കെ പറയുന്നുണ്ട്, സാറേ കൈരളി TV. പോലീസുകാരുടെ നീ ഏതാടാന്ന് ചോദിച്ചു. ഞാൻ വീണ്ടും മസിലൊക്കെ പിടിച്ചു. അപ്പോൾ പോലീസുകാർക്കൊരു രീതിയുണ്ട് മസിൽ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ. മസിൽ പിടിച്ച് നിന്നാൽ ഇവനെ പിടിക്കുന്നത് സൂക്ഷിച്ച് വേണം എന്നുള്ള അവർക്കും ഒരു ഫിയർ ഫാക്ടർ. അപ്പോൾ ഏകദേശം ഈ ഞങ്ങളുടെ ഈ നാടകം ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ ഇറക്കി വിട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി ഞങ്ങളുടെ ടീമിൽ ഒരാളുണ്ടായിരുന്നു, അല്ല വണ്ടിയിൽ ഇറക്കി വിട്ടു. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന സമയം ഞാൻ ഭക്ഷണം നേരത്തെ കഴിച്ചിരുന്നു. അവരിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ വട്ടം പോലീസൊക്കെ നിൽക്കുന്നു. അതിൽ തമ്പി അണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. തമ്പി അണ്ണൻ വന്ന് നോക്കിയപ്പോൾ പോലീസ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ പുള്ളിയെ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നു. പോലീസ് ഇവൻ എന്താണ് ഈ മസിൽ പിടിച്ച് നിൽക്കുന്നത് എന്നെ മനസ്സിലായി. അവിടെ ഇങ്ങനെ കുറേ പേര് ഇപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഞാൻ തോറ്റാൽ എനിക്ക് നാണക്കേടാണ്, പോലീസ് തോറ്റാൽ അവർക്ക്. എൻ്റെ ഒരു ഫ്രിക്ഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ തമ്പി അണ്ണൻ വന്നിട്ട് നേരെ SI എടുത്ത്, സാർ ഒന്നും ചെയ്യല്ലേ സാർ, അവനൊരു പാവാണെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരന് മനസ്സിലായി ഇവൻ ആരും. പോലീസുകാരൻ എന്നെ പിടിച്ച് ജീപ്പിൽ കയറ്റി. പക്ഷേ ജീപ്പിൽ വെച്ച് എന്നെ കണ്ട് പോലീസുകാരൻ്റെ തിരിച്ചറിഞ്ഞു. ഓക്കെ സോറി കൂടി പറഞ്ഞ് ഇറക്കി. അതിങ്ങനെ ജീവിതത്തിൽ ഒരു ഗെയിം പ്ലാനിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാൾ വന്നത്, ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷനാണ് പലപ്പോഴും നമുക്ക് കുഴപ്പമില്ല. അയാൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഇല്ല, കുറച്ചേരം കഴിഞ്ഞ് പോലീസ് വിട്ടുപോയി. ഒരാൾ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നിടത്താണ്. എനിക്ക് ലൈഫിലും അങ്ങനെ തോന്നിയിട്ടുള്ളത്. നമ്മൾ നമ്മുടെ വഴിക്ക് വിടുക, നമുക്ക് ആരും പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് ചോദിച്ചു വാങ്ങാം. ആവശ്യമില്ല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്നവരാണ് കുഴപ്പം മൊത്തം ഉണ്ടാക്കുന്നത്. നമ്മൾ പലപ്പോഴും TV-യിലെ പ്രോഗ്രാമായിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ബാക്കി എന്ത് പ്രോഗ്രാം ചെയ്യണമെങ്കിലും ഏത് ക്രൗഡിൻ്റെ അടുത്ത് പോകണമെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ ഈ കോളേജിൽ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒരു കൗമാര ഏജിൻ്റെ അടുത്ത് നമ്മൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എന്ന് പറഞ്ഞാലൊരു വലിയ റിസ്ക്കാണ്. അത് വളരെ ലാഘവത്തോടുകൂടി പല മൈൻഡുള്ള ഒരു ഏജാണ് കൗമാര പ്രായം എന്ന് പറയുന്നത്. നല്ല മൈൻഡാണ്. നമ്മൾ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് അന്നത്തെ ദേഷ്യം പിടിക്കലും മറ്റുള്ളവരോട് കണ്ടാത്ത ദഹിക്കാത്ത ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഒത്തിരി നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ തന്നെ ഒരു ഹീറോ എന്ന് പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഇതിനെല്ലാം മാറ്റി കുറച്ചുകൊണ്ട് ഒരു TV അവതാരം കയറിയുമ്പോൾ അവനെടുത്ത് ഷോ ഇടുമ്പോൾ പലപ്പോഴും ദഹിക്കാത്ത കുറേ നമ്മളെപ്പോലുള്ളവർക്ക് പണ്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മളുടെ മുമ്പിലിരുന്ന് പെൺകുട്ടികളൊക്കെ ഹീറോ എന്ന് പറഞ്ഞ് മിമിക്രി കാണിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്റ്റാർ കയറിയുമ്പോൾ അവരുടെ പുറകെ പോകുമ്പോൾ അവരൊക്കെ പരിചയപ്പെടുമ്പോൾ നമ്മൾ എന്താ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ എന്ന് തോന്നുന്ന ഒരു ടീമാണ് ഈ കൗമാര പ്രായക്കാർ. എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നു അവരെയൊക്കെ? അത് ഇപ്പോൾ ഞാൻ പഠിച്ച സമയത്താണ് ഒരു സ്റ്റുഡൻസ് ഉള്ളി എന്ന് പറഞ്ഞ ഷോ എങ്കിൽ ഞാൻ ചിലപ്പോൾ അതിലൊരു കുഴപ്പക്കാരനായനെ, സംശയമൊന്നുമില്ല. പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ സെൻറ്റ് റേസാസിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് വളരെ പ്ലാൻഡായിട്ട് ഉടക്കാൻ തന്നു. ഞാൻ സ്ത്രീകളെ പറ്റി മോശമായി സംസാരിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവളുടെ ഡയലോഗിൽ നിന്ന് താങ്കൾ കണ്ടിട്ടുള്ള സ്ത്രീകളെ പറ്റിയാണോ താങ്കൾ സംസാരിച്ചിരിക്കുന്നത്? അപ്പോൾ എനിക്കതൊരു ഒരു സബ്സ്റ്റാൻഡേർഡ് ഡയലോഗ് പോലെ തോന്നി. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു. നമ്മൾ കണ്ടിട്ടുള്ള സ്ത്രീകളെ പറ്റിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഒരു അണ്ടർ എസ്റ്റിമേഷൻ ലെവലാണ്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ താൻ കേട്ടെ? പറഞ്ഞു താൻ ആ കുട്ടിയോട് സംസാരിച്ചത് എന്താണ്? ആ കുട്ടി ചോദിച്ചപ്പോൾ ആ കുട്ടിയോട് തിരിച്ചു ചോദിച്ചെന്താണ്? ഞാൻ ചോദിച്ചു എന്താണ് ചോദിച്ചത്? അവൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരി പറഞ്ഞു. ഞാൻ ചോദിച്ചു ഞാൻ ആ കുട്ടിയെടുത്ത് സംസാരിച്ചത് താൻ കേട്ടോ? ഞാൻ പുറത്ത് പോയപ്പോഴാണ് കേട്ടെ. അപ്പോൾ പിന്നെ എനിക്ക് അവളോട് ഞാൻ പറഞ്ഞു ദെൻ യു ക്യാൻ ഗോ നൗ.
ഇവിടെ ഞാൻ പലപ്പോഴും കോൺട്രവേഴ്ഷ്യലായ ഒരുപാട് സംഭവങ്ങൾ മനസ്സിലായില്ലേ, ഇതിനെ ജെന്യൂനായി കൗണ്ടർ ചെയ്യാനുള്ള ആൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു ഫാക്ടറാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കൗണ്ടർ ചെയ്ത് വന്നാൽ നമുക്ക് തോറ്റുപോകാനേ വരത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള സാധനം, ഇപ്പം ഞാൻ 2001 ഡിഗ്രി കഴിഞ്ഞ ആളാണ്. അന്നത്തേക്കാൾ വളരെ കാമാണ് ഇപ്പോഴത്തെ കോളേജുകൾ. പൊളിറ്റിക്സ് മാറ്റിയ പിന്നെ കോളേജുകൾ ഭയങ്കര കാമായി, ഭയങ്കര ഡേഞ്ചറാണത്. സ്റ്റഫില്ലാത്ത ആൾക്കാരെ പുറത്തു വിടത്തുള്ളൂ. പുസ്തകം പഠിച്ച് പുറത്തിറങ്ങുന്നതല്ല, സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നതായിരിക്കണം ക്യാമ്പസ്. ഇപ്പോഴത്തെ ക്യാമ്പസുകൾ ആ ഒരു ഏരിയ പൂർണ്ണമായി സെർവ് ചെയ്യുന്നില്ല. അപ്പോൾ അന്ന് കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ഒരാൾക്ക് ഇന്നത്തെ കോളേജിലെ ഈ ക്യാമ്പസ് ഷോ പോലെ ഒരു ഷോ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അതാണ് അതിൻ്റെ ഒരു ബേസിക് ഫാക്ടർ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളെക്കാൾ ശക്തരാണ് നമ്മുടെ പിൻപേ വരുന്ന തലമുറ. തീർച്ചയായിട്ടും അവരെ നമ്മൾ ഒരു പരിധിവരെ ഉള്ളിൽ ബഹുമാനിക്കുക, പക്ഷേ അവരെ ചില കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ വഴി നടത്തുക. ആ ഒരു മനോഭാവം ഉള്ളിലുള്ളത് കൊണ്ടാണ് എനിക്ക് ഷോ ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും മറക്കാനാവാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ക്യാമ്പസുകളിൽ? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇല്ല, ഈ ഒരു ഇൻസിഡൻറ്റേ ഉണ്ടായിട്ടുള്ളൂ. അത് അത്തരത്തിൽ ജെന്യുവിനായ ഒരാൾ അറൈസ് ചെയ്താൽ ഞാൻ വളരെ അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ഇപ്പം ഞാൻ പറഞ്ഞൊരു പലപ്പോഴും നമ്മളൊരു ടോക്കിൽ ഭയങ്കര ഗ്രൂപ്പ് ഗൈഡ് ചെയ്യുന്ന സ്ഥലത്ത് ഹ്യൂമർ ജനറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ചിലപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സബ്സ്റ്റാൻഡേർഡ് ആവാറുണ്ട്. അത് ഒരു കൊമേഴ്ഷ്യൽ ആവാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. ചില സമയത്ത് സംഭവിച്ചു പോകുന്നതാണ്. അതിനെ വളരെ പ്രോപ്പറായി കൗണ്ടർ ചെയ്യുന്ന ആൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രോപ്പറായി കൗണ്ടർ ചെയ്താൽ ഞാനവിടെ പരാജയപ്പെട്ടു പോകാറ്.